നിധിയും ഗൗതമും കൂടെ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മള് പ്രേക്ഷകർക്ക് എല്ലാവരും സന്തോഷം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വന്ന് ചോദിക്കും. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു കോമഡി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ. നമ്മളിപ്പോ ഇന്ന് വന്നിരിക്കുന്നത് മാംഗല്യം തന്തുരാനന്റെ സെക്കൻഡ് പാർട്ടിന്റെ ചെറിയൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. ആ ചെറിയ കാര്യം എന്താണ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ളത്. വസുന്ധരയുടെ കയ്യിലിരുന്ന പൈസ പെട്ടിയും മറ്റു രണ്ട് ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഗൗതം വന്ന ആ പൈസ പെട്ടി തട്ടി ആള് വഴി വീട്ടിലേക്ക് കയറി പോകുന്നതാണ് സീനാണ് നമ്മൾ കണ്ടത്. അപ്പൊ വസുന്ധരയെ പുറകെ ഓടി വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്ന ചോദ്യമൊന്നുമില്ല, വസുന്ധരയെ ചെറുപ്പത്തിൽ തൊട്ട് എടുത്ത് വളർത്തിയതാന്ന് പറയുന്നത്. വസുന്ധരയ്ക്ക് സ്വന്തം മകന്റെ രൂപങ്ങളോ ഭാവങ്ങളോ മുഖം മറിച്ചിട്ടുണ്ടെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം പറഞ്ഞാൽ വസുന്ധരയാണെങ്കിലും ഭയങ്കര കേസ് കൊടുക്കാനും നിധിയെ ലോക്കപ്പിൽ അടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധി കാണിച്ച വസുന്ധരയ്ക്ക് എന്തുകൊണ്ടാണ് ഇത് വെറും ഫേക്ക് ആണെന്ന് മനസ്സിലാകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് പിറ്റേ ദിവസം പത്രങ്ങളിൽ വന്നിട്ടില്ല, മറ്റുള്ള ന്യൂസിൽ വന്നിട്ടില്ല. അവിടെ ഒരു ശവം കിടന്ന് വസുന്ധര അയച്ച ഗുണ്ടകൾക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇവൻ എങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ ഇത് ആരാണെന്ന് പോലും വിവരമില്ല. പിന്നെ നിധി കാണിച്ച ഒരു വീഡിയോ ആണ് വസുന്ധരയ്ക്ക് പേടിയായിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രസമൊന്നുമില്ല. ഈ മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ രസം. വേറെ ഒന്നുമല്ല, ആ വീഡിയോ നിങ്ങൾ കണ്ടു. വസുന്ധരയുടെ കൂത്തുകൊണ്ട് കിടക്കുന്ന ആ വ്യക്തി ഗൗതമാണ്. ആ വ്യക്തി അവിടെ കിടക്കുമ്പോൾ വസുന്ധര നേരെയെല്ലാം നോക്കുന്നുണ്ട്, നിധി കഥവിൽ തട്ടുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നു, ഇത്രയും ഫ്രണ്ടിൽ നിന്ന് ഞാനും നമ്മുടെ ഈ ക്യാമറ തമ്മിൽ നിൽക്കുന്ന ആ രീതിയിൽ നിന്നിട്ടും വസുന്ധര നിധിയെ കണ്ടില്ലല്ലോ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ജയിലിൽ കിടന്നു കഴിയുമ്പോൾ നിധിക്ക് എന്തോ ശക്തി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിധി ഒരിക്കലും ഇങ്ങനെ ആവത്തില്ല. കാരണം എന്താ അറിയോ, നിധി അപ്രത്യക്ഷയാണ്. നിധിയാണെങ്കിൽ നിധിയെ കാണാൻ പറ്റില്ല ആർക്കും. അതെന്താണെന്ന് അറിയത്തില്ല. നിങ്ങൾ അത് ശ്രദ്ധിച്ചായിരുന്നു? കാരണം വസുന്ധര അത്രയും ഫ്രണ്ടിൽ നിന്നിട്ട് നിധിയെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ ചിന്തിക്കണം. പക്ഷേ നമ്മൾ മലയാളികൾ നമ്മൾ ചിന്തിക്കത്തില്ല. നിങ്ങൾ ചിന്തിക്കണമായിരുന്നു, എന്തുകൊണ്ടാണ് ഇത്രയും നേരം നിന്നിട്ടും വസുന്ധര കാണാഞ്ഞെന്ന്. അതാ ഞാൻ പറഞ്ഞത്, നിധിക്ക് എന്തോ ഒരു ശക്തി കിട്ടിയിട്ടുണ്ട്. അതാണ് നിധി ഇതുപോലെ ഓപ്പോസിറ്റ് നിന്നുകൊണ്ട് വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ വസുന്ധര കണ്ടേനെ. ശരിയല്ലേ ഞാൻ പറഞ്ഞു? അല്ല, എന്താ വസുന്ധര കാണാഞ്ഞതിന്റെ കാര്യം എന്ത്? വസുന്ധര കണ്ടേനെ. പക്ഷെ നിധിക്ക് ഒരു അമാനുഷിക ശക്തി കിട്ടി. എനിക്കൊന്ന് മറ്റേ ശിവാനിയുടെ ശക്തി ആയിരിക്കാം നിധിക്ക് കിട്ടിയത്. എന്താണേലും നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. കാരണം എന്താ അറിയാമോ, ശിവാനിയെ ഒന്ന് മൂലയ്ക്കാക്കി, വസുന്ധരയെ ഒന്ന് മൂലയ്ക്കാക്കി, നിധിയും ഗൗതമും കൂടെ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമ്മള് പ്രേക്ഷകർക്ക് എല്ലാവരും സന്തോഷം. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് വന്ന് ചോദിക്കും. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു കോമഡി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല, ഒരു തമാശയായിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.